2025 തായ്ലാൻഡിൽ വിസ ഇല്ലാതെ പോകാൻ പറ്റുമോ? എത്ര രൂപ ഉണ്ടെങ്കിൽ തായ്ലാൻഡിൽ പോയി വരാൻ പറ്റും? എയർപോർട്ടിൽ കാണിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? എത്ര തായ് ബാത്ത് കൊണ്ടുപോകണം? കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കമന്റ്സിൽ ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട്. തായ്ലാൻഡിന്റെ പാർട്ടി ക്യാപിറ്റൽ എന്നാണ് പട്ടായ അറിയപ്പെടുന്നത്. പട്ടായ ഫാമിലീസിന് സേഫ് ആണോ? ബീച്ചും നൈറ്റ് ലൈഫും വാക്കിംഗ് സ്ട്രീറ്റും അല്ലാതെ പട്ടായയിൽ എന്താ ഉള്ളത്? പട്ടായ എക്സ്പെൻസീവ് ആണോ? പട്ടായയിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണ്? അങ്ങോട്ടുള്ള എൻട്രി ഫീസ് അടക്കം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 8 days ട്രിപ്പ് ആയിരുന്നു. ആദ്യത്തെ 2 ദിവസം ബാങ്കോക്കിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് പട്ടായക്ക് പോയത്. അപ്പൊ ഞങ്ങൾ ഈ ടോങ്താര ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ പട്ടായയിലേക്ക് പോവാണ്. ടോങ്താര ഹോട്ടലിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ബുക്കിംഗ് എമൗണ്ട്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ബാങ്കോക്കിലെ വലിയ പാലത്തിൽ കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകുമ്പോൾ 148 kilometers ആണ് ഉള്ളത്. നമ്മളൊരു 10 o'clock ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു 1 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ പുറത്തത്തെ വിഷ്വലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇന്ത്യയിൽ നിന്ന് പട്ടായ പോകാൻ 2 വഴികളുണ്ട്. ഒന്നല്ലെങ്കിൽ നേരിട്ട് പട്ടായ എയർപോർട്ടിൽ പോയി ഇറങ്ങാം. പക്ഷെ അതിന് ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അല്ലെങ്കിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവാം. അപ്പം ഞങ്ങൾ പട്ടായയിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് വണ്ടി ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ വൈഷ്ണു ആണെങ്കിൽ നമ്മുടെ ആ ഡ്രൈവർ ആ കുട്ടീനെ വിളിച്ചോണ്ടാട്ടോ വരുന്നത്. കണ്ടോ, അവർ നല്ല കമ്പനിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ ആ സമയം യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബർഗർ കിങ്ങിൽ കയറിയേക്കുവാണ്. ഇവിടുന്ന് പട്ടായക്ക് കുറച്ച് സമയമുണ്ട് കേട്ടോ. ഒരു 61 kilometers ഇനിയുണ്ട്. കൂടുതൽ പേരുടെയും സംശയം 2025 തായ്ലാൻഡിലേക്ക് ടൂർ പോകാൻ വിസ വേണോ എന്നുള്ളതാണ്. നമ്മൾ എത്ര ദിവസം തായ്ലാൻഡിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് വിസ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പട്ടായയിലെ ഹോട്ടലിൽ ഞങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്തിരുന്നു. അപ്പോൾ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് ഇനി വിസയുടെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മൾ പട്ടായയിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. LK പ്രസിഡന്റ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. 3900 ബാത്താണ് ബാത്ത്, അതായത് ഇന്ത്യൻ മണി ഏകദേശം 4000 രൂപ. നല്ല ഹോട്ടലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് റൂം. പിന്നെ ഒരു ബിഗ് എന്താ പറയുക, കിങ് സൈസ് ബെഡ് ഉണ്ട്, TV, പിന്നെ അതുപോലെ തന്നെ നല്ലോണം സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ലോണം സ്റ്റോറേജ് ഉണ്ട്. പിന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. മറ്റേ നമ്മൾ ആദ്യം നിന്ന ഹോട്ടലില്ലേ, ഹോട്ടൽ ടോങ്താര, അതിനേക്കാളും സ്പേഷ്യസ് അതാണ്, ആ റൂമാണ്. പക്ഷെ കാണാൻ ഭംഗി ഇതാണ്. ഇവിടെ ഒരു ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. പിന്നെ ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയുടെ താഴത്ത് മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ആണ് കേട്ടോ. പട്ടായയിലെത്തി ഫ്രഷ് ആയി ഞങ്ങൾ ആദ്യം പോയത് ടൈഗർ പാർക്കിലേക്കാണ്. പട്ടായയിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ടൈഗർ പാർക്ക്. ഫാമിലീസിനും കുട്ടികൾക്കും എല്ലാം പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇനി വിസയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ തായ്ലാൻഡിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് 15 ദിവസത്തിൽ താഴെയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഓൺ അറൈവൽ വിസ കിട്ടും. 15 ദിവസത്തിൽ കൂടുതൽ തായ്ലാൻഡിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ എംബസിയിലോ കൺസുലേറ്റിലോ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതുവഴി 30 ദിവസം വരെയുള്ള ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് കിട്ടും. മിക്ക ആളുകളും 15 ദിവസത്തിൽ താഴെ തായ്ലാൻഡിൽ സ്റ്റേ ചെയ്യുന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടാൻ കുറച്ച് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ റിക്വയർമെന്റ് 30 ദിവസമെങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് ഉണ്ടാവണം. രണ്ടാമത്തെ റിക്വയർമെന്റ് എയർപോർട്ടിൽ വെച്ചോ ഓൺലൈനായിട്ടോ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കണം. മൂന്നാമത്തെ റിക്വയർമെന്റ് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വേണം. നാലാമത്തെ റിക്വയർമെന്റ് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു പോരും എന്ന് കാണിക്കുന്ന ഒരു റിട്ടേൺ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അഞ്ചാമത്തെ റിക്വയർമെന്റ് തായ്ലാൻഡിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ചെലവാക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളതിന്റെ പ്രൂഫ്. അതായത് 10,000 തായ് ബാത്ത് പെർ പേഴ്സൺ അല്ലെങ്കിൽ 20,000 തായ് ബാത്ത് പെർ ഫാമിലിയാണ് കണക്ക്. ആറാമത്തെ റിക്വയർമെന്റ് വിസ ഫീ 2000 തായ് ബാത്ത് അടയ്ക്കണം. അതായത് ഏകദേശം 5000 ഇന്ത്യൻ റുപ്പി. ഏഴാമത്തെ റിക്വയർമെന്റ് ഹോട്ടൽ ബുക്കിംഗിന്റെ പ്രൂഫാണ്. എട്ടാമത്തെ റിക്വയർമെന്റ് ഓപ്ഷണൽ ആണ്. അത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. അതായത് തായ്ലാൻഡിലുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വരുവാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് ടേം ഇൻഷുറൻസ്. ഇത് ഓപ്ഷണൽ ആണ്. പക്ഷെ ഫാമിലീസ് ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർ എടുക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് വിസ ഓൺ അറൈവൽ കിട്ടാനുള്ള ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്. പട്ടായയിൽ വൈഷു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം ടൈഗർ പാർക്ക് ആണ് കേട്ടോ. ഇവിടുത്തെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ബാക്കി ടൂറിസ്റ്റ് അട്രാക്ഷൻസിന്റെ ഡീറ്റെയിൽസിന്റെ കൂടെ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഇവിടെ നമുക്ക് പല സൈസിലുള്ള ടൈഗേഴ്സിന്റെ കൂടെ ട്രെയിനേഴ്സിന്റെ പ്രസൻസിൽ ഫോട്ടോ എടുക്കാനും തൊടാനും ഒക്കെ പറ്റും. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റിയും ഇത് തന്നെയാണ്. ടൈഗേഴ്സിന് സൈസിന്റെ അടിസ്ഥാനത്തിൽ ന്യൂ ബോൺ, സ്മോൾ, ബിഗ്, ജൈന്റ് എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ടിക്കറ്റിന്റെ പൈസയും. भैया
ടൈഗർ പാർക്കിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ നൈറ്റ് വ്യൂ ആണിത്. അപ്പം ഞങ്ങളിത് പട്ടായയിൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിപ്പോൾ. ഹോട്ടലിലെത്തി ഫ്രഷ് ആയിട്ട് നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സിന് താഴെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് തായ്ലൻഡ് അറിയപ്പെട്ടിരുന്നത് സെക്സ് ടൂറിസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ഈ വാക്കിംഗ് സ്ട്രീറ്റിനുള്ള പങ്ക് വളരെ വലുതാണ്. രാത്രി മുഴുവൻ സ്ട്രീറ്റ് പെർഫോമൻസും പബ്ബും ബാറും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. നോർമൽ ലെഗ് മസാജ് തൊട്ട് സെക്ഷൽ സർവീസസ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം. പക്ഷെ ഈ സ്ഥലം ഒന്ന് കാണാനുള്ള കൗതുകത്തിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടത്. എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ പട്ടായയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു അടിപൊളി ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. പട്ടായയിലേക്കുള്ള കോസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് ഓപ്ഷൻസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ബഡ്ജറ്റ് ട്രാവലർക്ക് 30,000 രൂപയ്ക്ക് താഴെ മാത്രം ചെലവാക്കി പട്ടായ പോയി വരാൻ പറ്റും. എങ്ങനെയാണെന്ന് പറയാം. ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടായയിലേക്ക് എത്താൻ 2 വഴികളുണ്ട്. ഒന്നല്ലെങ്കിൽ ബാങ്കോക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് 3 hours ഡ്രൈവ് ചെയ്ത് പട്ടായയിൽ പോവാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നേരെ പട്ടായ എയർപോർട്ടിൽ പോയി ഇറങ്ങാം. ഇന്ത്യയിൽ നിന്ന് നേരെ പട്ടായയിലേക്കാണ് പോണെന്നുണ്ടെങ്കിൽ 18,000 to 30,000 ടിക്കറ്റ് എക്സ്പെൻസ് ആവും. നേരത്തെ നോക്കി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18,000 നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് എപ്പോഴും പട്ടായയിലേക്ക് ഫ്ലൈറ്റ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത് നോക്കി ബുക്ക് ചെയ്യണം. ഇനി ബാങ്കോക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് പോകാനാണെങ്കിലും ഈ ഒരു റേഞ്ചിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകാനുള്ള ടാക്സി ചാർജസ് 1,500 തൊട്ട് 2,500 വരെ വരും. നെക്സ്റ്റ് അക്കോമഡേഷൻ ചാർജസ് ആണ്. പെർ നൈറ്റ് 1,500 ചാർജ് ചെയ്യുന്ന ഹോട്ടൽസ് തൊട്ട് 15,000 ചാർജ് ചെയ്യുന്ന ഹോട്ടൽസ് വരെ പട്ടായയിലുണ്ട്. നമ്മുടെ ഇഷ്ടവും കൺവീനിയൻസും ബഡ്ജറ്റും അനുസരിച്ച് നമുക്ക് ഹോട്ടൽസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഫുഡ് എക്സ്പെൻസ് ആണ്. തായ്ലൻഡിൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് അവൈലബിൾ ആണ്. അതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 300 to 500 പെർ മീലിനാവുള്ളൂ. പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് അങ്ങനെ തായ്ലൻഡ് ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സോ മിഡ് റേഞ്ച് റെസ്റ്റോറൻറ്റ്സോ വേണമെന്നുള്ളവർക്ക് ഏകദേശം 1,000 രൂപ വരെ പെർ മീലിനാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വിസ ഓൺ അറൈവലിന് പേ ചെയ്യേണ്ട 2,000 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ റെഡിയായി ന്യൂച്ചിലേക്ക് ഇറങ്ങാൻ പോവാം കേട്ടോ. വൈഷു ഇവിടെ നല്ല കളിയാണ് ക്രിസ്മസ് ട്രീ ആയിട്ട്. അപ്പം നമ്മൾ ന്യൂച്ചിലെത്തി കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. തായ്ലാൻഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ന്യൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 500 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ. 500 ഏക്കർ ഉള്ളതുകൊണ്ട് തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ അകത്ത് പല പരിപാടികളുണ്ട്. ഒന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഗാർഡൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ട്രോപ്പിക്കൽ ഗാർഡൻ, കാറ്റസ് ഗാർഡൻ, അതുപോലെയൊക്കെ പലതരത്തിലുള്ള ഗാർഡൻസ്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ വന്നത് കാറ്റസ് ഗാർഡനിലേക്കാണ് കേട്ടോ. ഒരു ഏരിയ നിറച്ചും ഇങ്ങനെ കാറ്റസ് വെച്ചേക്കുക. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഷോകളും നടത്താറുണ്ട്. തായ് കൾച്ചറൽ ഷോ, എലിഫന്റ് ഷോ, അതുപോലുള്ള ഷോകൾ ഉണ്ടാവാറുണ്ട്. ഇനി ഇവിടുത്തെ ആക്ടിവിറ്റീസ് പറയുവാണെങ്കിൽ ആനപ്പുറത്ത് കയറിയുള്ള സവാരിയും സൈക്ലിങ്ങും ഉണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പൊ ഞങ്ങളിത് ഇവിടെ കറങ്ങി കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഈ വലിയ വലിയ പ്രതിമകളും പിന്നെ അതുപോലെ തന്നെ ചെടികളും എല്ലാം ഉണ്ട്. വലിയ ഏരിയ ആണ്. കാറില്ലെങ്കിൽ പെട്ടുപോകും. നമുക്ക് ഒറ്റക്ക് അങ്ങനെ നടന്ന് കാണാനൊന്നും പറ്റില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രതിമകളുടെ പണി നടക്കണം കാണാം കേട്ടോ. വലിയ വലിയ പ്രതിമകളുടെയൊക്കെ അവരിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുവാന്ന്. ന്യൂച്ചിന്റെ അകത്ത് അനിമൽ ഫീഡിങ്ങിനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ന്യൂച്ച്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുറമെ ന്യൂച്ചിന്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കഫേസും അക്കോമഡേഷനും ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അതുകൂടാതെ നമ്മൾ ന്യൂച്ചിലേക്ക് എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബുഫറ്റ് ലഞ്ച് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, ആപ്പ് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന വിഷ്വൽസ് എടുത്തത് എലിഫന്റ് സഫാരിക്ക് പോയപ്പോഴാണ് കേട്ടോ. ഈ തൊപ്പിയും വെച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന പുള്ളി പാപ്പാനാണ്.
നേരത്തെ പറഞ്ഞ എക്സ്പെൻസസിന്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. തായ്ലൻഡിൽ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് തൊട്ട് സ്കൂട്ടറും ബൈക്കും റെന്റിനെടുത്ത് വരെ നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് പൈസ മാറും. അടിപൊളി കാർ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഒരു ബഡ്ജറ്റ് ട്രാവലർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ 500 രൂപ തൊട്ട് 1500 രൂപ വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വരുള്ളൂ. ഇനി പ്രൈവറ്റ് ടാക്സി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫാമിലീസ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് ടാക്സി ആയിരിക്കും എപ്പോഴും നല്ലത്. 1000 രൂപ തൊട്ട് 2000 രൂപ വരെ പെർ ഡേ ടാക്സി ചാർജസ് ആവാൻ ചാൻസ് ഉണ്ട്. എഗെയിൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചായിരിക്കും പൈസ വരുന്നത്. അതുകൂടാതെ ടാക്സി എപ്പോഴും ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പരിചയമില്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥലത്തെയും പോലെ തന്നെ നമ്മളെ പറ്റിക്കാനും കൂടുതൽ ടാക്സി ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ നുങ്നൂച്ചിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സാഞ്ചുറി ഓഫ് ട്രൂത്തിലേക്കാണ്. പട്ടായയിലെ അടുത്ത ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത്. മുഴുവനായിട്ടും മരത്തിൽ പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു അമ്പലമാണിത്. ഇത് ശരിക്കും ഒരു റിലീജിയസ് പ്ലേസ് ആണ്. ഹിന്ദുയിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും അതുപോലെ തന്നെ തായ് കൾച്ചറിന്റെ ഒരു ബ്ലെൻഡ് ആണ്. Okay, you can spell it D-A, only 2 letters. Okay, so right now I will start for you. I will take care for this trip. So our trip time is around 40 minutes. Okay, around 40 minutes for information and for safety. So at that time you can join with me. After tour, after information, you can look back and you can take picture. ഇത് ഇവിടുത്തെ ഗൈഡാണ്. പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് അവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ്. അതിനുശേഷം നമുക്കിഷ്ടമുള്ളതുപോലെ പോയി ഫോട്ടോസ് എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും സമയം കിട്ടും. അമ്പലം പണിയിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ തേക്കാണ്. 1981 തുടങ്ങിയ അമ്പലത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഇനിയും പതിറ്റാണ്ടുകൾ എടുത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ഇതിന്റെ അടുത്ത് തന്നെ ബോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി പട്ടായയിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണ്, അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് കോസ്റ്റ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാസവും അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പിലെ പ്രൊമോഷൻസും എടുക്കുന്ന പാക്കേജും ഒക്കെ അനുസരിച്ച് ടിക്കറ്റ് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. തായ്ലാൻഡിൽ പോകാൻ ഏറ്റവും നല്ലത് ഒക്ടോബർ ടു ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ടിക്കറ്റ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇവിടുത്തെ മിക്ക ടൂറിസ്റ്റ് പ്ലേസസിലും ഷോ, റൈഡ്, ഫോട്ടോഗ്രാഫി, ഫുഡ് പോലുള്ള എക്സ്ട്രാ കോസ്റ്റ് ബെയറിംഗ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പാക്കേജ് ആയിട്ട് എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ടിക്കറ്റ് കോസ്റ്റ് മാറും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ടിക്കറ്റ് കോസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടായയിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഇതിനകത്തുണ്ട്. തായ്ലൻഡിൽ പോകുമ്പോൾ യാത്ര എളുപ്പമാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട ആപ്പിൻ്റെ ഡീറ്റെയിൽസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.